أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين جاءوا بالإفك عصبة منكم لا تحسبوه شرا لكم بل هو خير لكم لكل امرئ منهم ما اكتسب من الإثم والذي تولى كبره منهم له عذاب عظيم. صدق الله العظيم. സൂറ അന്നൂർ 11-ാമത്തെ ആയത്ത്. ഇന്നല്ലദീന ജാഊ, നിശ്ചയം വന്നവർ, ബിൽ ഇഫ്കി, വ്യാജ പ്രചരണവുമായിട്ട്, ഉസ്ബത്തുൻ, ഒരു സംഘമാണ്, മിൻകും, നിങ്ങളിൽ നിന്നുള്ള, ലാ തഹ്സബൂഹു, നിങ്ങൾ അതിനെ വിചാരിക്കേണ്ട, ഷർറല്ലക്കും, നിങ്ങൾക്ക് ദോഷമായിട്ട്, ബൽ, എന്നാൽ ഹുവ ഖൈറുല്ലക്കും, അത് നിങ്ങൾക്ക് ഗുണമാകുന്നു. ലിക്കുല്ലിംരിഇം മിൻഹും, അവരിൽ ഓരോ മനുഷ്യനുമുണ്ട്, ഇക്തസബയാണ്, അവൻ അത് സമ്പാദിച്ചത്, ആ മനുഷ്യൻ സമ്പാദിച്ചത്, മിനൽ ഇസ്മി, കുറ്റമായിട്ട്. വല്ലദീ തവല്ല, ഏറ്റെടുത്തവനുണ്ട്, കിബിറഹു, അതിൻ്റെ വലിയ ആള്, നേതൃത്വം, മിൻഹും, അക്കൂട്ടത്തിൽ നിന്ന്, ലഹു അവനുണ്ട്, അദാബുൻ അലീം, ഭയാനകമായ അല്ലെങ്കിൽ ഗുരുതരമായ ശിക്ഷ. ഹാദിസത്തുൽ ഇഫ്ക്, അപവാദ പ്രചരണ സംഭവം, അതിൻ്റെ നിജസ്ഥിതി വെളിപ്പെടുത്തുന്ന ആയത്തുകളാണ് 11 മുതൽ 20 വരെയുള്ള ആയത്തുകൾ. ഇതുവരെ 10 വരെയുള്ള ആയത്തുകൾ ഇറങ്ങി ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ആയത്തുകൾ ഇറങ്ങിയത് എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ മനസ്സിലാക്കുന്നത്. ഹാദിസത്തുൽ ഇഫ്ക്, അപവാദ പ്രചരണ സംഭവം ആമുഖത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബനുൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞു വരുമ്പോൾ രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടി മരുഭൂമിയിൽ ഒരിടത്ത് വിശ്രമിച്ചു. ആളുകളെല്ലാം പകല് ദീർഘനേരം അതിവേഗതയിൽ യാത്ര ചെയ്തതുകൊണ്ട് ഒന്നപാടെ ഉറങ്ങിപ്പോയി. പുലരാൻ കാലത്ത് എല്ലാവരും എഴുന്നേറ്റ് സുബഹിയൊക്കെ നമസ്കരിച്ച് അതിൻ്റെ മുമ്പുള്ള പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്ത് സുബഹിയൊക്കെ നമസ്കരിച്ച് തിരിച്ച് വീണ്ടും മദീനയിൽ ഏതാണ്ട് അടുത്തെത്തിയിരിക്കുന്നു. അപ്പോൾ യാത്ര തിരിക്കാൻ ഒരുങ്ങുകയാണ്. അതിനിടയിൽ ആയിഷ റളിയല്ലാഹു അൻഹ മലമൂത്ര വിസർജനത്തിന് വേണ്ടി കുറച്ച് ദൂരെ പോയിട്ടുണ്ടായിരുന്നു. അവർ തിരിച്ചു വന്ന് ഒട്ടകത്തിൻ്റെ പുറത്ത് അവർക്കുള്ള ഒരു കൂടാരമുണ്ടായിരുന്നു. അത് സഹാബികൾ, ശക്തന്മാരായ ആളുകൾ അതിൻ്റെ മുകളിൽ, ഒട്ടകത്തിൻ്റെ മുകളിൽ അവരോടുകൂടി എടുത്തു വെച്ച് കൊടുക്കുക, ഇറക്കി വെച്ച് കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെയുള്ള കൂടാരത്തിൽ നിന്ന് ഇറങ്ങി അവർ വെളിക്കിരിക്കാൻ പോയി. തിരിച്ചു വന്നപ്പോൾ മാല കാണാനില്ല. വീണ്ടും അവർ അങ്ങോട്ട് തന്നെ പോയി. അതിനിടയിൽ ഈ ജീനി, ഒട്ടകപ്പുറത്തുള്ള കൂടാരം പൊക്കി വെക്കുന്ന ആളുകൾ വന്ന്, അവർക്ക് ആയിഷ ബീബി മെലിഞ്ഞ ഒരു സ്ത്രീ, പെൺകുട്ടി, അതിനകത്തുള്ളതും ഇല്ലാത്തതുമൊക്കെ കണക്കാണ്. അതെടുത്തു അതിൻ്റെ മുകളിൽ വെച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും യാത്ര പുറപ്പെട്ടു. മാല തിരിച്ചു കിട്ടി, കണ്ടെത്തി തിരിച്ചു വന്നപ്പോഴേക്ക് എല്ലാവരും പോയി കഴിഞ്ഞ് താവളം ശൂന്യമായിട്ടുണ്ടായിരുന്നു. അതോടുകൂടി വലിയ വിഷമത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ താൻ ഇരുന്നിടത്തടുത്ത് അവിടെ തന്നെ ഇരുന്നു. പുലരാൻ കാലത്താണ് സംഭവം.
അവിടെ ഇരുന്ന് അവർ ഉറങ്ങിപ്പോയി. കാരണം തലേന്നത്തെ യാത്ര അവരെയും നന്നായി ക്ഷീണിപ്പിച്ചിട്ടുണ്ട്. ചില ശാരീരിക അവശതകളൊക്കെ അതുമുണ്ട്. അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് മിസ്റ്റർ സഫ്വാൻ റളിയല്ലാഹു അൻഹു, ബദരീങ്ങളിൽ പെട്ട സഹാബിയാണ്. മുഴുവൻ പേര് സഫ്വാൻ ബിൻ മുഅത്തലി സുലമി. അദ്ദേഹം പുലരാങ്കാലത്ത് അതുവഴി വന്നതിൻ്റെ കാരണം റിവായത്തുകളിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം സന്ദർഭങ്ങളിൽ പിന്നാലെ വരാൻ ചിലരെ ചുമതലപ്പെടുത്താറുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളാണ് അദ്ദേഹം. വല്ലതും നഷ്ടപ്പെട്ടത് മിസ്സായതുമൊക്കെ പെറുക്കാനും കണ്ടെത്താനും, അതുപോലെ പിന്നാലെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് അറിയിക്കാനുമൊക്കെ ആയിട്ടുള്ള സംവിധാനമാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം പിന്നാലെയാണ് വരിക. അങ്ങനെ പിന്നാലെ വരുന്നയാൾ ആയിഷ റളിയല്ലാഹു അൻഹയെ കണ്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് ഒട്ടകപ്പുറത്തുനിന്ന് ചാടി ഇറങ്ങി ഒട്ടകത്തെ മുട്ടുകുത്തിച്ച് ആംഗ്യം കാണിച്ചു കയറിക്കൊള്ളാൻ. അങ്ങനെ ഒട്ടകപ്പുറത്ത് അവരിയ്ക്കുകയും സഫ്വാൻ റളിയല്ലാഹു അൻഹു ഒട്ടകത്തിൻ്റെ കയറും പിടിച്ച് മദീനയിൽ നടക്കുകയും ചെയ്തുകൊണ്ട് മദീനയിലെത്തി. മദീനയിലപ്പോൾ നടക്കുന്നത് എല്ലാവരും വന്നിറങ്ങി അവനവൻ്റെ വീട്ടിലേക്കൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. ആ സീനിലേക്കാണ് ഇവർ വന്ന് ചേരുന്നത്. ഇത് കണ്ട മുനാഫിക്ക് നേതാവ് അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സുലൂൽ ഇത് വലിയ വിഷയമാക്കി. അയാൾ വിളിച്ചു പറഞ്ഞു, മുഹമ്മദിൻ്റെ ഭാര്യ, നിങ്ങളുടെ പ്രവാചകൻ്റെ ഭാര്യ മറ്റൊരു പുരുഷനുമൊത്ത് അന്തി ഉറങ്ങി ഇപ്പോഴിതാ പരസ്യമായി അവരൊരുമിച്ച് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അവൻ അവളെയും കൊണ്ട് വന്നിരിക്കുന്നു എന്നൊക്കെ വിളിച്ചു പറഞ്ഞു. ഈ വാർത്ത പരന്നു. വിചരിച്ചു എന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. മുഹമ്മദിൻ്റെ ഭാര്യ മറ്റൊരുത്തൻ്റെ കൂടെ അന്തി ഉറങ്ങി വന്നു എന്ന ഒരു വ്യാഖ്യാനപ്പഴുതുള്ള പ്രസ്താവനയാണ് അയാൾ നടത്തിയിട്ടുള്ളത്. പക്ഷേ കേട്ടത് പാതി കേൾക്കാത്തത് പാതി ഇത് സമൂഹത്തിലാകെ പരന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അവർ വലിയ അവശയായിരുന്നു. വീട്ടിലേക്ക് പോയി സുഖമില്ലാതെ അവിടെ കിടന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് വലിയ വിഷമമുണ്ടാക്കി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിൻ്റെ നിരസ്ഥിതി അറിഞ്ഞിട്ട് മതി ആയിഷയുടെ അടുത്ത് പോകുന്നത് എന്ന് തീരുമാനിച്ചു. വീട്ടിൽ ചെല്ലും, ബാക്കി വീട്ടിലുള്ളവരോട് വിവരങ്ങൾ അന്വേഷിക്കും പോകുമെന്നല്ലാതെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നില്ല. അദ്ദേഹം വളരെ അസ്വസ്ഥനായിരുന്നു. തൻ്റെ അനുയായികളോടും അതുപോലെ മറ്റു ഭാര്യമാരോടും ബന്ധുക്കളോടുമൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സ്വഭാവത്തെക്കുറിച്ചും ഒക്കെ വിശുദ്ധിയെക്കുറിച്ചുമൊക്കെ അന്വേഷിച്ചുകൊണ്ടാണ് അസ്വസ്ഥനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിച്ചു കൂട്ടിയത്. പക്ഷേ ആയിഷ ബീവി ഈ സംഭവമൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വെളുക്കിയിരിക്കാൻ സഹായത്തിന് പോയ സ്ത്രീയിൽ നിന്നാണ് അതറിഞ്ഞത്. ആ സ്ത്രീ മിസ്താഹ് ബിൻ ഉസാസയുടെ ഉമ്മയായിരുന്നു. ബിന്ത് അബി റുഹ്മ ബിൻ മുത്തലിബ് ഇബ്നു അബ്ദ് മനാഫ്, അങ്ങനെയാണ് അവരുടെ പേര്. അവരുമായുള്ള സംഭാഷണത്തിൽ നിന്നാണ്, സഹായിയായി പോയ അവരുമായുള്ള സംഭാഷണത്തിൽ നിന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ കഥ അറിയുന്നത്. അവർക്കതിൽ വലിയ വിഷമം തോന്നി. രോഗിയായിരുന്നല്ലോ ആളും, രോഗം വർദ്ധിച്ചു. നേരെ വീട്ടിലേക്ക് ചെന്നു, എന്നിട്ട് അവിടെ കടന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറി വന്നു. സാധാരണത്തെ ഈ കുറച്ച് ദിവസങ്ങളായുള്ള പതിവനുസരിച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് പോകാൻ, മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകാൻ അഭയം തേടി. റസൂലുള്ളാഹി അത് അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ പിന്നീട് മാതാപിതാക്കളുടെ അടുത്തേക്ക് പോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് തീരെ ചെല്ലാതെയുമായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ചെന്നു, അടുത്തിരുന്നു. എന്നിട്ട് അവരോട് നിജസ്ഥിതി അന്വേഷിച്ചു. എന്നിട്ട് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിക്കാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ അല്ലാഹു തആല നിന്റെ ഭാഗം വെളിപ്പെടുത്തും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവർ മാതാപിതാക്കളോട് അതിന് മറുപടി പറയാൻ പറഞ്ഞെങ്കിലും അവർക്ക് എന്താണ് പറയേണ്ടത് എന്ന് അറിഞ്ഞില്ല. അത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വല്ലാത്ത സങ്കടമുണ്ടാക്കി. എന്നിട്ട് അവർ ചോദിച്ചു, മോളെ, നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണം, അതിന്
അവർ മറുപടി പറഞ്ഞത്, ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, അതേസമയത്ത് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു തെളിവില്ലാതെ നിങ്ങളൊക്കെ വിശ്വസിക്കുകയും ചെയ്യും, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല, അള്ളാഹു എൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്തും എന്നും പറഞ്ഞ് തിരിഞ്ഞു കിടക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇരിക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വരുമ്പോഴുണ്ടാവാറുള്ള അവസ്ഥാഭേദങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആയത്തുകൾ അഥവാ 10 മുതൽ 20 വരെയുള്ള ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെടുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാമ ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷിക്കുക ആയിഷ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്തുകൾ ഓതി കേൾപ്പിക്കുകയും സഹാബിമാരത് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിലെ ആദ്യത്തെ ആയത്താണ് 11ാമത്തെ ആയത്ത് മുതൽ ആദ്യത്തെ ആയത്താണ് ഈ പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ പറയുന്നത് ഒന്ന് ഈ അപവാദ പ്രചരണം എന്ന വാക്കാണ്. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി, ആ ഇഫ്കാണ് ഇത്, അഥവാ വ്യാജ ആരോപണമാണിത് എന്ന അള്ളാഹുവിൻ്റെ ഒറ്റ പദത്തോടു കൂടി തന്നെ ഇതുവരെ കെട്ടിപ്പൊക്കിയ മുനാഫിക്കുകളും അവരുടെ കെണിയിൽ വീണ പാവങ്ങളും കെട്ടിപ്പൊക്കിയ എല്ലാം തകർന്നു വീണിരിക്കുന്നു. കാരണം അള്ളാഹു അതിനെ ഇഫ്ക് എന്ന് വിശേഷിപ്പിച്ചു എന്നത് തന്നെയാണ്. സൂറത്തുൽ അംഫാൽ എന്ന് അംഫാലിനെ കുറിച്ച് വിശേഷിപ്പിച്ചതോടുകൂടി എന്ന് പറഞ്ഞിട്ടൊരു ചർച്ചയുണ്ട്. അംഫാൽ എന്നുള്ള പറഞ്ഞതോടുകൂടി തന്നെ അതിൻ്റെ വിധി എല്ലാവർക്കും മനസ്സിലാകുന്ന സ്ഥിതി ഉണ്ടായി എന്നതുപോലെ ഇത് ജാഊ ബിൽ ഇഫ്കി എന്ന് പറഞ്ഞതോടുകൂടി തന്നെ ഇത് അപവാദമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി. പിന്നെ ഉസ്ബത്തും മിൻകും, ഉസ്ബത്ത് എന്ന് പറഞ്ഞാൽ പ്രബല സംഘമാണ്, അഥവാ പുറമെ ആരുമല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെയാണെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ആരൊക്കെയാണ് അതിൽ ഭാഗവാക്കായത് എന്നതൊന്നും പിന്നീട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അന്ന് പരസ്യമായി രംഗത്ത് വന്ന 3 ആളുകളെ, 2 പുരുഷന്മാരെ, ഹസ്സാൻ ഇബ്നു സാബിത്ത്, മിസ്താഹ് ബിൻ ഉസാസ ആ ഉമ്മയുടെ മകൻ, അതുപോലെ ഹംന ബിൻത് ജഹ്ഷ്, ഈ 3 ആളുകളെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ മുകളിൽ പറഞ്ഞ ആയത്തിൽ വന്നിട്ടുള്ള നിയമം സൂറത്തുൻ നിസായിൽ 4 സാക്ഷികളെ കൊണ്ടുവരണമെന്നും അതുപോലെ മുകളിലെ ആയത്തിൽ പിന്നെ സാക്ഷികളെ കൊണ്ടുവരാതെ വിചാര ആരോപണം ഉന്നയിക്കുന്നവർക്ക് 80 അടി കൊടുക്കണമെന്നുമൊക്കെയുള്ള ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 ആളുകൾക്കാണ് ശിക്ഷ കൊടുത്തത്. ഹസ്സാൻ ബിൻ സാബിത്ത്, മിസ്താഹ് ബിൻ ഉസാസ, ഹംന ബിൻത് ജഹ്ഷ്. ഈ 3 ആളുകളുടെ പേരുകൾ മാത്രമേ പറയപ്പെട്ടിട്ടുള്ളൂ, അവർക്കേ ശിക്ഷ കൊടുത്തിട്ടുള്ളൂ. അതേസമയത്ത് എല്ലാവരും, പല ആളുകളും അത് വിശ്വസിക്കുകയോ അതിനോട് എതിരെ പ്രതികരിക്കാതിരിക്കുകയോ അത് നിഷേധിക്കുകയോ ഒന്നും ചെയ്തില്ല എന്ന കാര്യം പിന്നീട് താഴെ ഈ പേജിൽ തന്നെ ഈ 10 ആയത്തുകളിൽ തന്നെ അല്ലാഹു തആല സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അത് ഉണ്ടാക്കിയ ആളുകൾ, അത് ഉസ്ബത്തും മിൻകും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രബല സംഘമാണ്. ഉസ്ബത്ത് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഇംഗ്ലീഷിലെ ലീഗ് അല്ലെങ്കിൽ ഗ്യാങ് എന്നൊക്കെ പറയുന്ന അർത്ഥമുള്ള വാക്കാണ്. പിന്നെ അതിനെക്കുറിച്ചുള്ള അള്ളാഹിൻ്റെ നിലപാട് പറഞ്ഞു, ലാ തഹ്സബൂഹു ശർറൻ ലക്കും, നിങ്ങളത് ഷെറാണ് എന്ന് വിചാരിക്കണ്ട, ബൽ ഹുവ ഖൈറുൽ ലക്കും, ഷെറല്ല എന്ന് മാത്രമല്ല അത് നിങ്ങൾക്ക് ഖൈറാണ്. എന്തൊക്കെയാണ് അത് മുഖാന്തരം ഉണ്ടായിട്ടുള്ള ഖൈറ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ കഴിയും. ഒന്നാമത്തെ സംഗതി ഈ ആയത്തുകൾ തന്നെയാണ്, അഥവാ അപവാദ പ്രചരണത്തെ സംബന്ധിച്ചുള്ള പരിശുദ്ധ ഖുർആനിലെ പരാമർശങ്ങളും അത് സംബന്ധിച്ച നിയമങ്ങളും അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ടായാൽ സ്വീകരിക്കേണ്ട നിലപാടുകളും എല്ലാം പറയുന്ന വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങി. അതുപോലെ അപവാദം പ്രചരണത്തിനുള്ള ശിക്ഷ അത് ആ കൂട്ടത്തിലുണ്ട്. പിന്നെ മുനാഫിക്കുകൾ, അവരെ അല്ലാഹു തആല വഷളാക്കി. കാരണം യുദ്ധങ്ങളിലൊക്കെ ജയിച്ചു, നിഷേധികൾ തോറ്റുപോയി. അതുകൊണ്ട് മുനാഫിക്കുകൾക്കിനി സഹായം കിട്ടാനും അഭയം കിട്ടാനും ഒന്നും യാതൊരു വഴിയില്ല. ഇനി അവരാകെ കണ്ടിരുന്നൊരു വഴി ആഭ്യന്തരമായി പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കി തകർക്കുക എന്നതായിരുന്നു. എക്കാലത്തും ഇസ്ലാമിനെതിരെ രണ്ട് വഴികളാണ്. ഒന്ന് മുസ്ലിങ്ങളെ ചിന്നിച്ചിതറിക്കുക, രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ച്
ഇസ്ലാമിൻ്റെ മേന്മ അവ്യക്തമാക്കുക. ഇക്കാലത്ത് നടക്കുന്ന പോലെ തന്നെ അന്നും നടന്നിരുന്നത് അതാണ്. ഔസിന് ഖസ്റജിനെയൊക്കെ തമ്മിൽ തല്ലിപ്പിച്ച് ഇസ്ലാമിനെ തകർക്കാൻ അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സുലൂൽ ഉദ്ദേശിച്ചതൊന്നും നടന്നില്ല. പിന്നെ ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കാൻ ഈ റസൂലുള്ളാന്റെ പിന്നെ പ്രതിച്ഛായ മോശമാക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തിയത്. അതും പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, അതിനൊക്കെ മെനക്കെട്ട് നടക്കുന്നത് ആരൊക്കെയാണ്, അതിന് നേതൃത്വം കൊടുക്കുന്നത് ആരൊക്കെയാണ് എന്നൊക്കെ തുറന്നു കാട്ടപ്പെട്ടു എന്നത് ഈ സംഭവത്തിൻ്റെ ഒരു ഗുണമാണ്. അതിലൊക്കെ ഉപരി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിത വിശുദ്ധി ഖിയാമത്ത് വരെ പാരായണം ചെയ്യുന്ന ആയത്തുകളിലായിട്ട് അല്ലാഹു തആല അവതരിപ്പിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നിരപരാധിയാണ് എന്നറിഞ്ഞിട്ടും ഞാൻ നിരപരാധിയാണെന്ന് പറയാതിരുന്നത് അള്ളാഹു വെളിപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ പ്രതീക്ഷിച്ചിരുന്നത് ഞാൻ നിരപരാധിയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നത്തിൽ അറിയിക്കപ്പെടും വഹിയായിട്ട്. അത്രയൊക്കെ വിചാരിച്ചിട്ടുണ്ടാവുമായിരുന്നുള്ളൂ. അല്ലാതെ ഇത്ര വലിയൊരു പരിഗണന ആ വിഷയത്തിന് അല്ലാഹു തആല കൊടുക്കുന്ന അവർ കരുതിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ വലിയ സൗഭാഗ്യമായിട്ടാണ് ഈ ആയത്തുകളെ പിന്നെ കണ്ടത്. ഖിയാമത്ത് വരെ ഓതപ്പെടുകയാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് പിന്നീടും അതിനെക്കുറിച്ച് അവർ വലിയ അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്നത് റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയുന്നതാണ്. അതുപോലെ പിന്നെ മൊത്തത്തിൽ നല്ല മനുഷ്യന്മാരെക്കുറിച്ച് നല്ലത് വിചാരിക്കണം എന്ന പാഠം ഇതിൽ നൽകുന്നുണ്ട്. അങ്ങനെ പല നിലക്കും ഖൈറായി തീരുകയാണ് ഈ സംഭവം ചെയ്തത്. അതാണ് നിങ്ങളത് ഷെറാന്ന് വിചാരിക്കേണ്ട, പകരം അത് ഖൈറാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞത്. ലികുല്ലി ഇംരിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്മി, അതിൽ ആ സംഘത്തിൽപ്പെട്ട എല്ലാവർക്കുമുണ്ട് അവൻ സമ്പാദിച്ചതിനനുസരിച്ചുള്ള കുറ്റം. നേർക്ക് നേരെ തെളിവുള്ള തരത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് നടന്ന ആളുകളെയാണ് ശിക്ഷിച്ചത്. എന്നാൽ അങ്ങനെ അല്ലാതെ ചെയ്ത ആളുകൾക്കും അതിനനുസരിച്ചുള്ള ശിക്ഷ ഉണ്ടാകും, അവർ പശ്ചാത്തപിച്ചില്ലെങ്കിൽ എന്നേ പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ. അത് വിശ്വസിച്ചവർ, അത് മൗനം സമ്മതമായി കേട്ടവർ, അതുപോലെ തന്നെ അത് പരസ്യമായിട്ടല്ലാതെ ഷെയർ ചെയ്തവർ, അവർക്കൊക്കെ അതിൻ്റെ വിഹിതമുണ്ടാകുമെന്ന താക്കീതാണ് ആദ്യം നൽകുന്നത്. വല്ലദീ തവല്ല കിബ്റഹു മിൻഹും ലഹു അദാബുൻ അലീം, അതിൽ നേതൃപരമായ പങ്ക് വഹിച്ചവന് അദാബുൻ അലീം ഉണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഉദ്ദേശിച്ചത് അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സുലൂലിനെയാണ് എന്നാണ് പറയപ്പെടുന്നത്. ചില റിപ്പോർട്ടുകളിൽ അയാൾക്കും 80 അടി കൊടുത്തു എന്നുണ്ട്, പക്ഷെ അത് പ്രബലമല്ല. പ്രബലമായ റിപ്പോർട്ടുകൾ അനുസരിച്ച് അയാളെ ശിക്ഷിച്ചിട്ടില്ല, കാരണം തെളിവില്ലായിരുന്നു. ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ ഇത് അന്ന് ആ വാചകം പറഞ്ഞു എന്നല്ലാതെ മുഹമ്മദിൻ്റെ ഭാര്യ മറ്റൊരാളുടെ കൂടെ ഇതാ വരുന്നു എന്നാണല്ലോ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് പിന്നെ വ്യഭിചരിച്ചിരിക്കുന്നു എന്ന ആരോപണമല്ല, നേരിട്ട് കണ്ടതങ്ങ് പറയുകയാണല്ലോ ചെയ്തിരിക്കുന്നത്. എന്നാൽ അത് പരമാവധി കത്തിക്കാനുള്ള ഗൂഢനീക്കങ്ങളൊക്കെ അയാൾ നടത്തിയിട്ടുണ്ട്. അത് ഈ 80 അടി അടിക്കുന്ന ഒരു കുറ്റമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല നേർക്കുനേരെ. അതുകൊണ്ട് അയാളെ ശിക്ഷിച്ചിട്ടില്ല, പക്ഷേ അതിന് കണക്കിന് അല്ലാഹു തആല പിന്നെ കൊടുക്കുന്നുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ലഹു അദാബുൻ അലീം എന്ന് പറഞ്ഞത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ആയത്തുകളിൽ അതിൻ്റെ ബാക്കി വിശദാംശങ്ങൾ, അല്ലെങ്കിൽ അതിൽ മുഅ്മിനീങ്ങൾ സ്വീകരിക്കേണ്ടിയിരുന്ന നിലപാടുകൾ ഒക്കെ പിന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ നമുക്കതിലൂടെ സഞ്ചരിക്കാവുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.